പരിപാടിക്ക് എന്നെ വിളിച്ചതിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണുന്നതിന് അപ്പുറം സന്തോഷമായിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള മനോഹരമായ ലെഹങ്കാസ് ആണ് ഇവിടെ. ചേച്ചി ഒരു വിളിയുണ്ട്. എന്റെ ആബ്സെൻസിൽ ഞാൻ അറിയുന്നുണ്ട്, കംപ്ലീറ്റ് ക്രൂ എന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ ആബ്സെൻസിൽ നിനക്ക് വേറെ ആൾക്കാരോടുള്ള ഇഷ്ടവും താല്പര്യം നിനക്ക് അവരെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയാണ് എന്റെ എല്ലാം. ഏത് ഗെറ്റ് റെഡി വിത്ത് മീ ലൈക്ക് പുഷ്പരാജ്. എന്റെ പൊന്നെ, എനിക്ക് കല്യാണമേ താല്പര്യമില്ല. പരസ്യമായിട്ടൊക്കെ പറയല്ലേ. So elegant, just looking like a looking like a wow. ഇവിടെ ഇപ്പൊ ഈ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് അവര് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്രൈഡൽ ഏരിയയും ഈ ഫംഗ്ഷൻ വെയറും, പിന്നെ മാത്രമല്ല കേട്ടോ റെഗുലർ വെയറിലും അതെ ഞാൻ വന്നിട്ട് നല്ല കളക്ഷൻസ് നല്ലുണ്ട്. ബ്രൈഡ്സിന് വേണ്ടിയിട്ടും ഗ്രൂമിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവര് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അത് അതിനേക്കാൾ സൂപ്പർ. ചേച്ചിക്കാണെങ്കിൽ ഒരു ഇത് തരാൻ പോവാണ്. ചേച്ചിക്ക് ഇവിടുന്ന് 5 സാരി വാങ്ങാം. വാങ്ങിക്കോ. നീയോ? മെഹർ എനിക്ക് വാങ്ങിത്തരാം, മെഹർ എനിക്ക് ഇത് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുറെ സാരി വാങ്ങിപ്പിച്ചു. അപ്പൊ മെഹർ എന്നെ പറ്റിച്ചാ തന്നെ. അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ തൊടുപുഴയിലുള്ള മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സർപ്രൈസ് വീഡിയോ ആണ്. ഫസ്റ്റ് സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എന്തിനാ വന്നേക്കണം എന്നുള്ളത് ഉള്ളിലുള്ള ആൾക്കറിയില്ല. ഉള്ളിലുള്ള നമ്മുടെ സ്വന്തം രമ്യ ചേച്ചിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ രമ്യ ചേച്ചിയും കൂടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ചേച്ചിക്ക് ഒരുപാട് തലവേദനയായിരുന്നു. എനിക്ക് ചേച്ചി ഒരു സാരി ഒക്കെ വാങ്ങി തന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേച്ചിക്കാണെങ്കിൽ ഒരു സാരി ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പോവാണ്. നമ്മുടെ മഹാറാണി കളക്ഷൻസിൽ അവരുടെ തനതായിട്ടുള്ള കളക്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാൻ ചേച്ചിക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ചേച്ചിക്ക് അറിയില്ല. ചേച്ചിനെ ഞാൻ ടെൻഷൻ അടിപ്പിക്കും. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു സാരിയും കൂടെ വാങ്ങിത്താന്നൊക്കെ പറയാൻ ടെൻഷൻ അടിപ്പിക്കും. പക്ഷെ ലാസ്റ്റ് ഞാൻ തന്നെ ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കും. ഇതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചേച്ചിനെ പോയി കാണാം. ഫുൾ സർപ്രൈസ് ആണ്. അപ്പൊ എല്ലാവരും കണ്ടോ. ഓക്കെ. നീ എന്താ ഇവിടെ? അറിയാലോ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ വരുമോ? ഞാൻ അറിഞ്ഞു. എന്റെ അടുത്ത് അപ്പുച്ചേട്ടൻ പറഞ്ഞു രമ്യ ചേച്ചി ഇന്ന് ഇവിടെ എന്തോ പരിപാടിക്ക് വന്നിട്ടുണ്ട്, എന്തോ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ വേഗം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചേച്ചി വാങ്ങി തരുമെന്ന് പറഞ്ഞു. അതറിഞ്ഞ് ഓടി വന്നാണ്. അപ്പൂസിനോട് പറഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. ഞാൻ കേറി വരുന്നപ്പോ മഹിമ നമ്പ്യാറിന്റെ ഫോട്ടോ. ഞാൻ ഷോപ്പിങ്ങിന് വന്നല്ല മെഹർ. നീ ഇതൊക്കെ കണ്ടില്ലേ അവിടെ കേറി വന്നപ്പോഴൊക്കെ? ഡ്രസ് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഇതിപ്പോ കണ്ടു. ഇവിടെ ഫുൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ? ബ്രൈഡൽ വെയർ ആണ്. യെസ്, ഇത് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ. അതായത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മഹാറാണിയാണ് ബ്രൈഡ്സ് ഓഫ് മഹാറാണി എന്ന് പറഞ്ഞ് വലിയൊരു സംഭവം. അതായത് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടും ഗ്രൂമിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവര് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇനി മേളത്തെ ഫ്ലോറിൽ അവര് റിനോവേറ്റ് ചെയ്ത് ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ എക്സ്ക്ലൂസീവ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് നമ്മുടെ മഹിമയെ വരണേ, മഹിമ നമ്പ്യാർ. ചേച്ചി എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ഞാനപ്പോ ആ ഷോ ഞാനാണ് ആങ്കർ ചെയ്യണത്, കോമ്പയർ ചെയ്യണത്. ചേച്ചി എനിക്കാണെങ്കിൽ മഹിമ ചേച്ചിയുടെ ഒപ്പം ഒരു ഡാൻസ് കളിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നീലനിലവേ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചേച്ചിയുടെ ഒപ്പം 2 സ്റ്റെപ്പ് വെക്കണം എന്ന്. ചേച്ചി വിചാരിച്ചാ പറ്റും. ചേച്ചി എന്നെ വിളിക്കണം. ഞാൻ ചോദിക്കാം, ഞാൻ മഹിമയായിട്ട് കണക്ട്. അപ്പൊ നീ ഇവിടെ ഉണ്ടാവോ? ഞാൻ ഫുൾ ചേച്ചിയുടെ ഒപ്പം. എനിക്ക് എന്താ വാങ്ങി തരണേ? വീട്ടിൽ തുടങ്ങി എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താ ചേച്ചി. ഞാൻ ചേച്ചിയുടെ പിറക്കാണ്ട് പോയ മോളല്ലേ. ചേച്ചി എപ്പോഴും പറയാറില്ലേ വാ നിനക്കെന്നൊരു കല്യാണം കഴിച്ചോടെങ്കിൽ പിന്നെ ഞാൻ ഇത് ബ്രൈഡ്സിനെ കണ്ടോ? എത്ര ബ്രൈഡ്സ് വീട്ടുകാർക്കും കൂടെ തോന്നണ്ടേ കല്യാണം കഴിപ്പിക്കാൻ? ഭാഗ്യം നന്ന. ഇത്രയും നല്ല എക്സ്ക്ലൂസീവ് ഇതൊക്കെ ഇടാനുള്ള ഒരു യോഗം വേണ്ടേ? പെട്ടെന്ന് വേണ്ടേ? ഒഴിവാലോ. അതവര് ഭംഗിക്ക് ചെയ്തിരിക്കുന്നതാണ്. ഭാഗ്യം വേണ്ട. അപ്പൊ നീ വീട്ടുകാരോട് യെസ് മോളൂ. അപ്പൊ അവര് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിനക്കൊരു കല്യാണമൊക്കെ വെച്ചിട്ട്. ചേച്ചി അധികം പറഞ്ഞു പോണ്ട. എനിക്ക് പറയണം ചേച്ചിക്കാണെങ്കിൽ എനിക്കൊരു സാരി അല്ലെങ്കിൽ ലെഹങ്ക എന്തെങ്കിലും വാങ്ങി തരാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ നിനക്ക് സാരി നീ ഉടുക്കില്ലല്ലോ. അപ്പൊ പിന്നെ വീണ്ടും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം. അന്ന് എനിക്ക് ചേച്ചി സാരി വാങ്ങി തന്നു. ഇന്ന് പക്ഷെ എനിക്ക് ലെഹങ്ക വാങ്ങി തന്നു. ഓക്കെ, അപ്പൊ എന്നാ ഇന്ന് പെട്ടെന്ന് ശല്യം അവോയ്ഡ് ചെയ്യാം. ലെഹങ്ക വാങ്ങി തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മഹിമ വരുമ്പോ മഹിമ വന്നു കഴിയുമ്പോ ഞാൻ ചോദിക്കാം. മഹിമ സ്റ്റേജിൽ വരുമല്ലോ. അപ്പൊ ഞാൻ ന്യൂട്രൽ, നീ അവിടെ ഒതുങ്ങി നിന്നോ. ഞാനൊരു സിറ്റുവേഷൻ ഞാനൊരു ന്യൂട്രൽ ആയിട്ട്, എനിക്കറിയാലോ നമ്മുടെ പരിപാടി. അങ്ങനെ ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യാം ഡാൻസിന്. പറ്റിയാൽ പറ്റി, ഇല്ലെങ്കിൽ ഇല്ല. പിണങ്ങരുത്. എന്തായാലും ഞാൻ നിന്റെ പിണക്കം മാറ്റാനായിട്ട് ഞാനിപ്പം എവിടെയാണ്? ഇവിടെ ലെഹങ്ക സെഷൻ. ഇപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് പോയി. ഇവിടെ അല്ലല്ലോ ലെഹങ്ക സെഷൻ. അതെ, ലെഹങ്കയുടെ സെഷൻ എവിടെയാ?
ഫസ്റ്റ് ഫ്ലോർ. ഒന്ന് കാണിച്ചു തരാമോ? സാരി ആണോ ലെഹങ്കയാണോ എന്താ വാങ്ങാൻ പോകുന്നത്? ഇന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിയെന്നുള്ളതേ ഉള്ളൂ. ആ. ഞാനൊരു ഡ്രസ്സ് ഭയങ്കര ഇതുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായോ? നല്ല ഭംഗിയുണ്ട്. ഇവിടെ എടുത്താ ബ്യൂട്ടിയാ. പറഞ്ഞു ഇതൊക്കെ ഇവിടെ എടുത്തതാ. ഇവരെനിക്ക് കോസ്റ്റ്യൂം കട്ടസി തരണ്ട. അപ്പൊ ഇവിടെ എടുത്താണ് ഇത്. പക്ഷെ എനിക്ക് പ്രോഗ്രാമിന് വേണ്ടിട്ട് ചേഞ്ച് ചെയ്യണം. വേറെ ഡ്രസ്സാണോ പ്രോഗ്രാമിന്? ഇത് പ്രോഗ്രാമിന് ഇങ്ങനത്തെ ഇടണം. പ്രോഗ്രാമിന് ചേച്ചി കുറച്ച് മോഡേൺ അങ്ങനത്തെ സംഭവം ആണോ? അങ്ങനെ ഇട്ടാ മതിയാ? കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കുള്ള മനോഹരമായ ലെഹങ്കാസ് ആണ് ഇവിടെ. ഈ കുട്ടിക്ക് കല്യാണമേ താല്പര്യമില്ല. പരസ്യമായിട്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ. അല്ല, കുറച്ചും കൂടെ റെഗുലർ വെയർ ലെഹങ്കാസ് തരാമോ? ഓക്കെ. അല്ല വെറുതെ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് നോക്കിയില്ലെങ്കിൽ മോശമാണ്. കുട്ടി നിനക്കൊന്ന് കല്യാണം കഴിച്ചൂടെ? ഇതുകൊണ്ട് ഇതൊക്കെ ഇട്ട് ഭാഗത്തിന് താല്പര്യമുണ്ടോ? എനിക്കോ? നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ. എനിക്കൊന്ന് കല്യാണം കഴിച്ചത് ഭയങ്കര ഭംഗിയായി. ഈ ബ്ലൂവില് ചേച്ചി ഒരുങ്ങി. നീ എന്നെ ഒരുക്കാൻ പോകണോ? ഞാൻ നിനക്ക് ഫോട്ടോഷൂട്ട് ചെയ്താലോ? ഇവിടെയോ? എനിക്ക് ഇവിടെ താഴെ ഷോ ഉണ്ട്. ഇവിടെ ഒരു ദിവസം ഞാൻ അപ്പുച്ചേട്ടൻ്റെ അടുത്ത് പറയാം, ചേച്ചീസ് വെഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പൊ ചേച്ചി നല്ല ഒരുക്കി ഭംഗിയാക്കി നല്ല രസമായിട്ട് മഹാറാണിയോട് കുറെ സ്പോൺസർ ചെയ്യാനും. ഇവിടെയാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയായിരിക്കും ചേച്ചി. അതെ, അല്ല ഇവിടുത്തെ കളക്ഷൻസ് ഭയങ്കര രസം. ഇത് കണ്ടോ നീ? ഓരോന്ന് നല്ല കളക്ഷൻസാ. പ്രൈസ് എല്ലാം പ്രൈസസും ബ്യൂട്ടിഫുൾ എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. നീ ഇനിയിപ്പോ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഇവിടെ തന്നെ വരണം. റെഡ് ചേച്ചിക്ക് ഏത് കളർ ഇഷ്ടം? എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എനിക്ക് ചേരുവോ? ബ്ലാക്ക് നിനക്കോ? നമുക്ക് വെച്ച് നോക്കാന്നേ. ബാ. നീ കല്യാണങ്ങൾക്ക് പോയാലും ഇല്ല, ഞാൻ വാങ്ങുന്നില്ല. കല്യാണങ്ങൾക്ക് പോയാലും മെഹ്റ നീ ലെഹങ്കയല്ലേ ഇടണം. പിന്നെ എന്തിനാ ഇത്ര ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എക്സ്ക്ലൂസീവ് സാരീസ്. ഇത്രയും നല്ല സാരിയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഇടണം. ഇല്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കല്യാണത്തിന് കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് ഓരോ കല്യാണത്തിന് ഓരോ തീംസ് ഉണ്ടാവും. ചിലതിൽ പട്ട് സാരി അങ്ങനത്തെ സാരി കൊടുക്കണം. പക്ഷെ നീ ഏത് പരിപാടിക്ക് പോയെന്ന് പറഞ്ഞാലും ഞാൻ കാണാറ് നീ അവസാനം ലെഹങ്ക ഇട്ടുകൊണ്ട് വരണതാ. ഞാൻ ഇനി മാറി. ഞാൻ ഇനി കുറച്ച് സാരിയിലോട്ട് ഞാൻ കടന്ന് ചിന്തിക്കാം. ഞങ്ങളുടെ വഴിയിലേക്ക് എന്നാ ഒരെണ്ണം നോക്കി. ഇതിന്റെയൊക്കെ പ്രൈസ് എന്താ? എന്റെ അമ്മ ചേച്ചി 65ഓ? വളർന്നിട്ടില്ല. കുറച്ച് പ്രൈസ് കുറഞ്ഞതുണ്ടോ? വാവ്. പക്ഷെ 65ന്റെ അത് ഞാൻ ദേഹത്ത് വെച്ചോട്ടെ. അതിനുള്ള ഒരു യോഗം ഉണ്ടാവട്ടെ അല്ലേ? അതെ. വാട്ട് എ ബ്യൂട്ടി എന്നൊക്കെ. 65,000 റുപ്പീസിന്റെ സാരിയാണിത്. കൊള്ളാമോ? നല്ല ഭംഗിയുണ്ട്. ആണല്ലേ? ഞാൻ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കല്ലേ? ഇറങ്ങി കഴിഞ്ഞ ഒഴുകുമല്ലോ. കുറച്ചൊക്കെ അങ്ങോട്ട് പൈസ പണം പോയി പവർ വരട്ടെ അല്ലേ? നിനക്ക് കുറച്ച് തരാന്ന് വിചാരിച്ച് മാറ്റി വെച്ചതല്ലേ എന്റെ മെഹ്റേ? കയ്യില് പൈസ ഇല്ല ചേച്ചി. അതല്ലേ? ഈ കളറോ? ഈ കളറ് നിനക്ക് വേണോ? ശരി, രസമുണ്ടാവോ? ഇതിന്റെ മുന്താണി ഏതാ? മുന്താണി ഇത്. വേറെയും കൂടി ഇതൊക്കെ ഈ പ്രൈസ് റേഞ്ച് ആണോ ചേച്ചി? നിങ്ങള് കുറച്ച് പൈസ കുറഞ്ഞത് ഇങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന, ചേച്ചിനെ പോലത്തെ പാവപ്പെട്ടവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന. അതെ, എന്നെ പോലത്തെ പാവപ്പെട്ടവര് നിന്നെ പോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങി ഒരു 20 റേഞ്ചിലൊക്കെ. നിങ്ങളുടെ ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി എത്രയാ? 85,000. കഴിച്ചുവിടുമ്പോൾ ഞാൻ 85,000 രൂപയുടെ സാരി നിനക്ക് വാങ്ങി തരാം. 85,000 രൂപയുടെ സാരി എടുത്തോ? അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എന്താണ് ഈ 85,000 രൂപയുടെ സാരി? ചിലടത്ത് ഞാൻ കേട്ടിട്ടുണ്ട് 1 lakh, 1.5 lakhs, 2 lakhs. അതൊക്കെ കല്യാണ പെണ്ണുങ്ങളല്ലേ അങ്ങനത്തെ? കല്യാണ പെണ്ണുങ്ങൾ അങ്ങനത്തെ ഇടാം. അത്ര ഹെവി സാരി അല്ലേ? ഇതാണോ ഇത്? ശരിക്കും ഒരു 1 lakhന് above. 85,000-നേക്കാട്ടിലും നല്ല ലുക്കാണ്. നല്ല കളർ, നല്ല ഭംഗി. ഇതൊക്കെ അങ്ങ് ഉടുത്ത് നിക്കണം എന്റെ അമ്മേ. ചേച്ചി ഒന്ന് ഇത് വാങ്ങ ചേച്ചി, നല്ല ഭംഗി ഉണ്ടാവും. നിന്നെ ഇങ്ങനെ കാണുമ്പോ തന്നെ എനിക്ക് തോന്നി നീ ഭയങ്കര ഇമോഷണൽ ആണോ മെഹ്റെ? നിന്റെ ഇപ്പത്തെ ഷോയിലും ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ഇത്ര ഇമോഷണൽ ആവണേ. പെട്ടെന്ന് തൊട്ട ഉടനെ കരയ, എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരയ, ചുണ്ടി എടുക്ക. ചുണ്ടി ദേഷ്യം എടുക്കണേ ചേച്ചി. എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ അപ്പ ദേഷ്യം വന്നാലും ഇമോഷൻ വന്നാലും അപ്പൊ അങ്ങോട്ട് ഇതാവും. അപ്പൊ ഷോടെ എടുക്കുക. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട നിന്റെ ഇന്റർവ്യൂവിൽ ഇപ്പൊ നിന്റെ മുഖം കണ്ടപ്പോഴേ പെട്ടെന്ന് ഓർമ്മ വന്നേ. ഇന്റർവ്യൂവിനിടയിലൊക്കെ ഇങ്ങനെ കരയണ എന്തിനാ? അതെനിക്ക് ആ കുട്ടി പറഞ്ഞിട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര. അതോ നീ പ്ലാൻ ചെയ്തിട്ട് നിന്റെ വ്യൂഷിപ്പ് കൂട്ടാനായിട്ട് നീ കരയണമെന്നും ദേഷ്യപ്പെടുന്നൊക്കെ ആയിരിക്കും. നാളെ തൊട്ട് അടുത്ത ഇന്റർവ്യൂവിൽ ചേച്ചി പോയി കരയാൻ പോവാ. അതായിരിക്കും ചേച്ചി. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്ന്. നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഇത്ര നല്ല ബ്യൂട്ടിഫുൾ സാരീസ് മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ നീ പറയണ ശ്രദ്ധിക്കണോ? ആ സാരി ശ്രദ്ധിക്കണോ? ആ ഞെട്ടാൻ റെഡി. എന്താ വേണ്ടേ? ചേച്ചിക്കാണെങ്കിൽ ഒരു ഇത് തരാൻ പോവാണ്. ചേച്ചിക്ക് ഇവിടുന്ന് 5 സാരി വാങ്ങാം.
വാങ്ങിക്കോ. നീയോ? കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ എനിക്കോ? ഷോ ചെയ്തത് ആരാ? നീയാ? ഞാന്. അപ്പൊ എന്റെ കയ്യിൽ പൈസയുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് അപ്പുച്ചേട്ടൻ പറഞ്ഞു, അപ്പൂസിനെ ഇപ്പൊ തന്നെ വിളിച്ചറിയാം എല്ലാ മാസം നിനക്ക് കൂടുതൽ ഷോസ് തരാൻ. കുഴപ്പമില്ല ചേച്ചി എപ്പോഴും ഈ മാസം ഏറ്റവും കൂടുതൽ ഷോ ചെയ്യാൻ പോകുന്ന ചേച്ചിയാണെന്നാണ് എനിക്ക് കിട്ടിയ ഒരു കരക്കമ്പി. എന്തിന്? എങ്ങനെ? ഈ മാസം എത്ര ഷോ ചെയ്തു? ഇപ്പൊ കുറച്ച് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കുറെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചി 2-3 സാരി വാങ്ങിക്കും. പൈസ ഒന്ന് പോയെന്റെ മെഹ്റ, ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. നീ എനിക്ക് സാരി വാങ്ങി ഞാൻ ചേച്ചിക്ക് വാങ്ങി തന്നെ ചേച്ചി ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാം. എന്താണ് എടുക്ക് ചേച്ചി 5-6 കാണിച്ചു കൊടുക്ക്. അല്ല, നീ അങ്ങനെ പറഞ്ഞത് മനസ്സുകൊണ്ടാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. പക്ഷെ മെഹർ, ഞാൻ യൂഷ്വലി അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കാറില്ല. ചേച്ചി ഭയങ്കര നന്മയുള്ള ലോകമാണ്. പക്ഷെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ചേച്ചി 5 കാണിച്ചു കൊടുക്ക്. സീരിയസ് ആയിട്ട് പറയാണോ? ആയിട്ടും ചേച്ചി എനിക്ക് കഴിഞ്ഞ അന്ന് സാരി വാങ്ങി തന്നപ്പോ തൊട്ട് എന്റെ ഉള്ളിൽ ഒരു പക്ഷെ ഞാൻ അങ്ങനെ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോ ചേച്ചി എനിക്ക് അടുത്ത ഇതിന് പ്രായശ്ചിത്തമായിട്ട് വേറെ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും നീ മുന്നിൽ കാണാതെ എനിക്ക് വാങ്ങി തരില്ലെന്ന് എനിക്കറിയാം. ഒരു മുഴുവൻ മുന്നേ എന്ത് എറിയില്ലേ? അതെ അതെ അതെ, വേഗം വാങ്ങ്. ഇത് വാങ്ങി തരാനാണ് ഈ പ്രൈസ് ഒന്നും വേണ്ട ചേച്ചി. കുറച്ചും കൂടെ വില കുറഞ്ഞ സാരീസ് എന്നാ കാണിച്ചാൽ മതി. ബഡ്ജറ്റ് എങ്ങനെയാ? ആ ലെവൽ നമുക്ക് ഇവിടെ കുറഞ്ഞ സാരീസും ഉണ്ട് നല്ലത്. റെഗുലർ വെയർ നമുക്ക് ഞാൻ ഷൂട്ടിനൊക്കെ ഇടാന്നിട്ട് ഇപ്പം വില കുറഞ്ഞതൊക്കെ ഇല്ലേ? ഒരു 2000 3000 ഒരെണ്ണം കുറച്ച് ഇത് വാങ്ങിക്കോ, കുഴപ്പമില്ല. ആണോ? വാങ്ങിക്കോ. വല്ലപ്പോഴും എന്റെ വായിന്ന് ഇതൊക്കെ കേൾക്കുള്ളൂ. വേണമെങ്കിൽ വാങ്ങിക്കോ. മേഡം ഭയങ്കര റിച്ച് ആയല്ലോ. അതെ അതെ അതെ. ചേച്ചി നോക്ക്, ഇതെടുത്തോ. ഏത്? ഗെറ്റ് റെഡി വിത്ത് മീ ലൈക്ക് പുഷ്പരാജ്. എന്റെ പൊന്നെ, ഞാൻ ഇനി അതും ചെയ്യാം. നീ അത് പറയുമ്പോ തന്നെ ഒരു കളിഗ്രാമിലൊക്കെ ചേച്ചി പറക്കൂട്ടോ. അതെ, ഗെറ്റ് റെഡി വിത്ത് മീ. നമ്മുടെ വിജിത്ത് പറഞ്ഞ പോലെ നമ്മുടെ വിജിത്ത് ഇങ്ങനെ ആളത്തില്ലടാ. വിജിത്ത് ചെയ്യണ പോലെ. ഇത് വേണോ? ഇത് രസമുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിന് കൊടുക്കുക. കേട്ടസിയില് അല്ലു അർജുനൊക്കെ ടാഗ് ചെയ്യണം. ഇൻസ്പയർഡ് ഫ്രം പുഷ്പ 2 ആൻഡ് സ്പോൺസർഡ് ബൈ മെഹർ. ഇത് നല്ല. അത് വേണോ? രണ്ടിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഇതിനൊരു പുഷ്പ ബ്യൂട്ടി, ഇതിനൊരു വേറൊരു ബ്യൂട്ടി. ഇത് മെഹർ ബ്യൂട്ടി. എന്നാ ഞാൻ അത് ഫിക്സ് ചെയ്യാം. എനിക്ക് ഇല്ലാത്ത കളറുവാ. അല്ല, അതും എടുത്തോ. ഇത് 16. എന്നാ ഒരെണ്ണം അതെടുത്തോ, കുഴപ്പമില്ല. ശരി, എന്നാ ഒന്ന് ഇത് എടുക്കാം, ഒന്ന് ഇതും എടുക്കാം. ഇത് എനിക്ക് ഇല്ലാത്ത കളറുവാ, ഇഷ്ടപ്പെട്ടു. ഒന്നിതും. ഇനി നമുക്ക് വേണം മറ്റേ സാധാരണ. ഉടുത്തു നോക്കണ്ട, വെറുതെ ഞാൻ വെക്കാം. ഇവിടെ മിറർ ഉണ്ടോ? അവിടെ വേണ്ട, സാരമില്ല, ഞാൻ ഇങ്ങനെ വെച്ചോളാം. എനിക്ക് ഇപ്പൊ താഴെ മഹിമ എത്താറായി കഴിഞ്ഞാലേ പ്രോഗ്രാം തുടങ്ങും. താഴത്തേക്ക് പോണം. ഇവിടെ ഞാൻ ആ മിററിൽ നോക്കാം. നല്ല ഇവിടെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, കൊള്ളാമോ? ഇത് കൊള്ളാം. ഇതെടുത്തോന്നാ. നല്ല രസല്ലേ? വെരി ക്ലാസ് ലുക്ക് ഉണ്ട്. സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് പറ, ബാക്കി പറ. ലുക്കിംഗ് ലൈക്ക് വാവ്, ലുക്കിംഗ് ലൈക്ക് വാവ്. എന്ത് വാവ്? ചേച്ചി ഇതെടുക്കാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത കളറാ. ആ പുഷ്പ എടുത്തോ. എന്നാ ഈ പുഷ്പയും എന്തായാലും അവള് വാങ്ങി തരല്ലേ? പുഷ്പ ഇതും പിന്നെ ഒരു 3000 4000 വേറെ ടൈപ്പ് സാരീസ് കാഞ്ചീപുരം അല്ലാത്ത കൂടെ കാണിച്ചു തരോ? പ്രോഗ്രാമിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ജോർജറ്റോ അല്ലെങ്കിൽ ടസറോ എന്തെങ്കിലും അങ്ങനെയും കൂടെ. അപ്പൊ ഇത് താങ്ക് യു സോ മച്ച് മൈ ഡാർലിംഗ്. ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. വരണേ. ഇങ്ങനെയൊക്കെ നിന്റെ മനസ്സിൽ തോന്നിയാൽ അപ്പോഴൊക്കെ എന്റെ അടുത്തേക്ക് ഓടി വരണം കേട്ടോ. വരും. ഈശ്വര, അന്ന് നിനക്ക് ഒരു സാരി വാങ്ങി തന്നതിൽ എനിക്ക് എത്ര ലാഭമാണ്. ഇങ്ങനെ ഒതുങ്ങിയിട്ട് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ഇതിന് ഇരട്ടിയായിട്ട് വരും. ശരി, ഇനി നമുക്കൊരു ലെഹങ്ക വേണ്ടേ? അപ്പൊ ഞാൻ നിനക്ക് ഇനി നല്ലൊരു ലെഹങ്ക വാങ്ങിച്ചു തരാം. ഓക്കേ ചേച്ചി, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ? അതെ അതെ, എന്ത് രസാന്ന്. എനിക്ക് ഈ മസ്റ്റേർഡ് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിർത്തിയോ? എന്തെന്നാണ് മെഹ്റ നിനക്ക് അടുത്ത അതാണോ? കഴിഞ്ഞ ദിവസം 3 എപ്പിസോഡായിട്ട് നമ്മുടെ വി ഗാർഡിലെ സാറിന്റെ ഒരു കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹം വന്നിരുന്നു. അപ്പൊ നമ്മുടെ ക്രൂ ഒക്കെ പറഞ്ഞു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ലാസ്റ്റ് എപ്പിസോഡാണ്, അത് നിർത്തി എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു നിമിഷം ഒന്ന് സന്തോഷിച്ചു പോയി. ചേട്ടൻ പറഞ്ഞു ആ സമയം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്തായാലും നിർത്തി, അപ്പൊ നമുക്കിനി ചക്കമ്പൊക്കെ ആ സമയത്തും കൂടെ കുത്തിക്കേറ്റാം. എനിക്ക് ശരിക്കും നീ എന്റെ കൂടെ കൂടിക്കുന്ന എവിടെയെങ്കിലും ഒന്നൊന്നല്ല. ചേച്ചിയൊക്കെ നമ്മളെ സാരി കാണിച്ചോണ്ടിരുന്നു. ചേച്ചി മെറ്റീരിയൽ വരുന്നതാണ്. ഇവിടെ മനസ്സറിയുന്ന പോലെ യന്ത്രമൊക്കെ ഉണ്ടോ ചേച്ചി സാരിയുടെ കൂടെ? ചില ആൾക്കാർ എന്റെ പിറക്കെ കൂടി എനിക്ക് സാരിയൊക്കെ വാങ്ങി തരുന്നതിന്റെ ദുരുദ്ദേശം ഒരു പരദൂഷണല്ലേ, ഒരു പര്യായ പേരെന്തായിരുന്നു? ഒരു ഈ കോട്ടിന് എന്താ മലയാളത്തിൽ പറയണേ?
ഒരു സാധനം ചേച്ചി നമ്മളീ പഴമക്കാരൊക്കെ പഴഞ്ചൊല്ല് ഒരു പഴഞ്ചൊല്ലുണ്ട് അറക്കണേന് മുമ്പ് എന്തോ ഇത് കൊടുക്കുന്നൊക്കെ പറയില്ലേ. നീ എന്നെ അറക്കുന്നതിന് വാങ്ങിത്തരാണ് എന്റെ പൊന്നു മെഹറെ. ഞാൻ മര്യാദയ്ക്ക് മഹാറാണി വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധാ ഒരു ചുരിദാറും വാങ്ങി താഴത്തെ ഷോയും ചെയ്തിട്ട് പോകാൻ വന്നതാണ് ഞാൻ. അതിനിടയിൽ നീ വന്ന് കയറി ഇതങ്ങോട്ട് ഉടുക്കം കിട്ടും, നല്ല ഭംഗിയുണ്ട്. എനിക്കിതൊന്നും വേണ്ട, ഇത് കൊള്ളാം. അത് ചേച്ചിക്ക് ഇല്ലാത്ത കളർ, എനിക്കില്ലാത്ത കളറാണ് ലാവൻഡർ. അന്ന് ഇത് പറഞ്ഞു കൊടുത്തോന്നാ. ഇതിന്റെ പ്രൈസ് 1 lakh എന്നൊന്നും പറയാം. 30,000. അപ്പൊ നീ ഇത് എടുത്തു. അന്ന് ബാക്കി 50 ചേച്ചി. നീ അല്ലേ പറഞ്ഞു വാങ്ങിത്തരാന്നൊക്കെ. 50% ചേച്ചി. ആഹാ, എനിക്കിത് വാങ്ങേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. നീ നിർബന്ധിച്ച് വാങ്ങിട്ട് അവസാനം ഞാൻ പൈസ കൊടുക്കണോ? ചേച്ചി ഇതൊക്കെ കൊടുത്തിട്ട് ഒരു കല്യാണത്തിന് പോയണ്ടല്ലോ, കല്യാണ പെണ്ണ് മാറി. ചേച്ചി ശരിക്കും ഇവിടെ എന്താ സംഭവം? ഇവിടെയോ ബ്രൈഡ്സ് ഓഫ് മഹാറാണി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കേരളത്തില് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് കല്യാണങ്ങൾക്ക്. അത് നമ്മുടെ ഏത് റിലീജിയനിലുള്ള ബ്രൈഡ്സ് ഉണ്ടാവില്ലേ, അവർക്ക് അണിഞ്ഞൊരുങ്ങാൻ പറ്റിയ അവരുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻ. അത് ബ്രൈഡിന് മാത്രമല്ല ഗ്രൂമിനും അതെ. അങ്ങനെ ഇവർ ഈ ഫ്ലോർ തന്നെ കഴിഞ്ഞ വർഷം സാമന്ത ഇവിടെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്തത് നീ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. എന്റെ വീടിന്റെ മേലെ ആ അതെ, കഴിഞ്ഞ വർഷം സാമന്ത. ഈ പ്രാവശ്യം ഇപ്പൊ മഹിമ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഈ ഫ്ലോർ കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി. എന്നിട്ട് അവിടെ കളക്ഷൻസ് കുറച്ചും കൂടെ കൂട്ടി. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ആൾക്കാരും ഓണേഴ്സ് ഒക്കെ പുറത്ത് പോയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറെ കളക്ഷൻസ് ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോ ലെഹങ്കയിലുണ്ട്, സാരീസിലുണ്ട്, ഓരോരുത്തരുടെയും ഗൗൺസ് ഇടുന്നവരുണ്ട്. കല്യാണത്തിന്റെ റിസപ്ഷനും ഒക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോന്നല്ലേ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും ടേസ്റ്റിനെ കേറ്റർ ചെയ്തുകൊണ്ട് ഏത് റിലീജിയൻ ആണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളറിലും ആ ഒരു പാറ്റേണിലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ നടന്നു വരാൻ നേരത്തെ അവിടെ ഇങ്ങനെ ഡയമണ്ട് റിംഗിന്റെ ഒക്കെ അതാ ഞാൻ പറയാൻ വന്നേ. ഇപ്പൊ നിന്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇപ്പൊ കല്യാണം ഒരു 2 months എങ്ങാനും ഉണ്ടെങ്കിൽ അവരോട് ഈ 2 weeks മഹാറാണിയിൽ വന്ന് ഷോപ്പ് ചെയ്യാൻ പറയൂ. ഇപ്പൊ ഇവിടെ ഈ 17th വന്ന് ഷോപ്പിംഗ് ആണെങ്കിൽ വെഡിങ് കസ്റ്റമേഴ്സിന് നല്ല ഗിഫ്റ്റ് ആണ് അവർ തരുന്നത്. ഡയമണ്ട് റിംഗ് വരെയാണ് ഇവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. നിന്നോടൊന്ന് കല്യാണം കഴിക്കാൻ എത്രയും പെട്ടെന്ന് അപ്പൊ ഡയമണ്ട് റിംഗ് നിനക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ വന്ന് ഷോപ്പ് ചെയ്താൽ മതി. ഇവിടെ വന്ന് അതെ മതി. എന്നാ ആരോടെങ്കിലും പറഞ്ഞ് നീ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ 17th വരണം കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബ്യൂട്ടിഫുൾ ഈ ഒരു ഗിഫ്റ്റും ഈ ഒരു കളക്ഷൻസും ഒക്കെ ഇതാക്കുക. നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഈ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് അവർ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്രൈഡൽ ഏരിയയും ഈ ഫംഗ്ഷൻ വെയറും. പിന്നെ മാത്രമല്ല കേട്ടോ, റെഗുലർ വെയറിലും അതെ. ഞാൻ വന്നിട്ട് നല്ലുണ്ട്. നമ്മുടെ എറണാകുളത്ത് ഇപ്പം വലിയ വലിയ കുറെ ടെക്സ്റ്റൈൽസ് ഇല്ലേ, അതിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പടിക്ക് മുകളിലേക്കായിരിക്കും. അത്രയും നല്ലതായിട്ട് നിൽക്കണതാണ് ഇപ്പൊ മഹാറാണി കളക്ഷൻസ് വൈസിൽ മഹാറാണി. എല്ലാ ബോർഡും ഞാനൊക്കെ വീട്ടിൽ വരുമ്പോ ഞാൻ ഇടയ്ക്ക് ഞാനും അമ്മയും കൂടെ ഒക്കെ ഞങ്ങൾ ഇവിടെ വരും. എന്നിട്ട് ഇങ്ങനെ നിറയെ ഷോപ്പ് ചെയ്തിട്ട് പോകും. നല്ല കളക്ഷനാ, നല്ല സർവീസ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ കേട്ടോ. ചിരിച്ച മുഖത്തോടെ ഭയങ്കര നല്ല സർവീസ്. മാത്രം ഇവരുടെ സ്റ്റാഫിനെ കണ്ട് ഞാൻ ഞെട്ടും. ഇവിടെ വന്നാലുണ്ടല്ലോ എനിക്കൊന്നും 500 പേരുണ്ട്. അതെ, അത്രയും നിറയെ എവിടെ പോയാലും നിറയെ സ്റ്റാഫാണ് ഇവിടെ. ഒരുപാട് സ്റ്റാഫും ഉണ്ട്. ഇത് നല്ല പീച്ച് കളറില് പേൾ വർക്കോടും ബട്ടർ സീക്വൻസോടും അതിന്റെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻഡോ വെസ്റ്റേൺ മോഡലാണ്. ഇത് കണ്ടോ, അതാകുമ്പോ വയറും കാണില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതിനെന്താ പ്രൈസ്? നമുക്ക് നോർമൽ റേറ്റ് തൊട്ടുണ്ട്. എന്നൊക്കെ പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് 4 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതോ 4000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിനല്ല സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഭയങ്കര 22 വരും. ഇത് നീ വാങ്ങിച്ചോ എന്തായാലും. നീ എനിക്ക് ഇത്ര സാരീസ് വാങ്ങി തന്നല്ല, അപ്പൊ എനിക്ക് ഈ 22 ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ വാങ്ങി തരാം ചേച്ചി. അത് ഇന്നെല്ലാം എന്റെ വക. ലോട്ടറി അടിച്ചോ മെഹറെ? ഇവിടെ അത് പറയാൻ പറ്റില്ല. എനിക്ക് സംശയമുണ്ട് നിനക്ക് ലോട്ടറി അടിച്ചത്. ഇൻകം ടാക്സ് എന്റെ വീട്ടിലോട്ട് വരും. ഇത് ഞാൻ വാങ്ങിക്കോളാം എന്തായാലും, കുഴപ്പമില്ല. നല്ല എനിക്ക് ഇഷ്ടമായി കളർ. അപ്പൊ നീ ഇത് എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇട്ട് നോക്കിക്കോട്ടെ. സൈസ് ഒക്കെ ഓക്കെ ആണോ നോക്കണ്ടേ? അത് സൈസ് ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ സാരി ഉടുക്കാം, നീ ഇത് വിട്. എന്നിട്ട് നമുക്ക് ഫോട്ടോ സെഷൻ എടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമുക്ക് പോകും. ശരി, ഇത് ഇടാട്ടോ. അയ്യോ, എന്താ ഇത്? കാവിലെ ഭഗവതി നേരിട്ട് വന്ന് എന്താണ് പ്രത്യക്ഷപ്പെട്ടത്? എന്താ മെഹർ നീ ഇങ്ങനെയൊക്കെ പറയണേ? കളിയാക്കല്ലേ ഇങ്ങനെ വെറുതെ? ആണോ? അത് ഈ സാരിയുടെ അതൊക്കെ ഞാൻ ഇവിടെ ഒപ്പിച്ചു. അവിടെ ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു. നല്ല ബ്യൂട്ടിഫുൾ മാല നോക്ക്, സാരിയുടെ ഭംഗി. ഓ, ഇത് എനിക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ, എനിക്ക് കൊടുക്കാനെങ്കിലും പറ്റി. നല്ല എവിടെ പോകുമ്പോ ഇടാനാന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ട്രിപ്പൊക്കെ പോകുമ്പോ അങ്ങോട്ട് ട്രിപ്പ് എടുക്കുമോ? കാഞ്ചൂര് സാരി നല്ല രസമുണ്ട്.
നിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ ഈ സാരിയൊക്കെ ഉണ്ട്. അതെ ഇവിടുത്തെ സാറുണ്ട്. ഹായ് റിയാസ് സർ. ഹലോ. ഇത് പ്യുവർ കാഞ്ചീപുരം ടിഷ്യൂ സാരി കൊടുത്താണല്ലോ നമ്മുടെ മഹാറാണിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള 82,000 റുപ്പീസിന്റെ സാരിയാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത്. എങ്ങനെ സാർ എപ്പോഴാ പോയി ഇതൊക്കെ കളക്ട് ചെയ്യണേ? സാർ തന്നെയാണോ പോയി സാരീസ് എല്ലാം കളക്ട് ചെയ്യണേ? നമ്മുടെ ഇവിടെ ഒരു ഫുൾ ടീം ഉണ്ട്. അവരിങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോയി നാളുകളോളം നടന്ന് നല്ലത് നോക്കി ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ബ്യൂട്ടിഫുൾ ചേച്ചി വന്നപ്പോ തൊട്ട് നാഴേക്ക് 40 വട്ടം ബ്രൈഡ്സ് ഓഫ് മഹാറാണി പക്ഷെ ചേച്ചി പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞുതരും. എനിക്ക് മനസ്സിലായ പോലെ തലയാട്ടിയതാ. മഹാറാണി നമ്മൾ ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനാണ്. അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സിന്റെയും ഏറ്റവും പുതിയതായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ബനാറസ് ആയിക്കോട്ടെ, കാഞ്ചീപുരം ആയിക്കോട്ടെ, സൂറത്ത്, ബോംബെ, എല്ലാ സ്ഥലത്തു നിന്നുള്ള ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിനകത്തുള്ള ഏതൊരു വധുവിനും വരണം ഇനി ധൈര്യസമേതം മഹാറാണിയിൽ വന്നാൽ സന്തോഷമായിട്ടും സംതൃപ്തിയായിട്ടും പർച്ചേസ് ചെയ്ത് മടങ്ങാനായിട്ട് സാധിക്കും. വിവാഹ ദിനത്തിനുള്ള വസ്ത്രങ്ങൾ എല്ലാം ഒറ്റയടിക്ക് ഒരു കുടക്കീഴിൽ അല്ലെ എല്ലാവർക്കും ഉള്ള. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. നമ്മൾ ഈ ബ്രൈഡൽ വെയറിന്റെ കാര്യം മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുമ്പോൾ അവരുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇപ്പൊ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരും ഇല്ലേ റെഗുലർ ആയിട്ട് വരുന്ന അവർക്കുള്ളതും ഇതേപോലെ നല്ല കളക്ഷൻസ് ഇല്ലേ? 100% അത് പറയേണ്ട ആവശ്യമില്ല. കാരണം നിത്യവും കസ്റ്റമർ വന്ന് വാങ്ങി പോകുന്നതാണല്ലോ. ഇതൊരു വധുവിനും വരനും അവരുടെ വിവാഹ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്ദരമായിരിക്കണം എന്നുള്ള പ്രത്യേക കൺസെപ്റ്റിലാണല്ലോ വരുന്നത്. അപ്പൊ ഇനി മുതൽ ധൈര്യസമേതം മഹാറാണിയിലേക്ക് ഉറപ്പിച്ച് വരാൻ പറ്റും. അവരുടെ മനസ്സിലാണെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കും. അത് ഞാനും ഓൾറെഡി പറഞ്ഞു. കാരണം ഞാൻ ഇവിടെ വന്ന് ബ്രൈഡൽ സെക്ഷൻ ഒക്കെ കണ്ടപ്പോ ഒന്ന് കണ്ടിട്ട് ഞാൻ എന്റെ അടുത്ത് പലതും കല്യാണം കഴിക്കുന്നത് വാങ്ങി തരാന്നൊക്കെ. അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. ഓരോ നല്ല സാരി കണ്ടപ്പോ കല്യാണം കഴിക്കാൻ പറയുക. കാരണം എന്തായാലും ഇത്രയും നല്ലൊരു സാരി ഉടുക്കാനെങ്കിലൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അത് അതിനേക്കാൾ സൂപ്പർ. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്താട്ടാ. നല്ല സെലക്ഷൻ. അതായത് ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഒരുപാട് നിറയെ നല്ല സെലക്ഷൻ. അതായത് ഷെൽഫിലൊക്കെ ഇരിക്കുന്നതൊന്ന് വേറെ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഭംഗി കൃത്യമായിട്ട് അറിയുള്ളൂ. അത് താഴെ ഇപ്പം അവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടല്ലോ മാനിക്കിൻ ഇട്ട് നിർത്തുമ്പോ അവര് വേറെ നിൽക്കുമ്പോ കാണാൻ നല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മഹിമ ചേച്ചി എപ്പോഴാ സാർ വരുന്നത്? ഇപ്പൊ ഉടനെ തന്നെ വരും. നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവാണ്. ഉടനെ തന്നെ വരും. ഞാൻ ഡാൻസ് കളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിനെ നിർബന്ധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതല്ല കഴിഞ്ഞ വർഷം സമന്ത വന്നേന്ന് പറഞ്ഞു. ഈ വർഷം മഹിമ. അടുത്ത വർഷം ആരാ വരുന്നത്? പിന്നെ തീർച്ചയായിട്ടും പുതിയ ആളുകൾ വരണം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഒന്നുമില്ല നിന്റെ ഒരു ഇതേ മതി ഒന്ന് അടങ്ങ് സാർ. എന്നാ നമുക്ക് താഴെ പരിപാടിക്ക് കാണാം. എല്ലാം സെറ്റ് ആണല്ലോ അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പരിപാടി നന്നായിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ കാണാം. ഓക്കെ താങ്ക് യു. എനിക്ക് പേടിയാ നിന്റെ നാമം ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണ്ട്. കരുനാവാണോ കുട്ടിയെ നിന്റെ? അത് കരുനാവ് തന്നെ. ഈശ്വര എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കണേ. ചേച്ചി ഞാനിപ്പോ നോക്കിയപ്പോഴാണ് ഇവിടെ ആണെങ്കിൽ നല്ല ജെന്റ്സിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. കിഡ്സിന്റെ ഉണ്ട് ജെന്റ്സിന്റെ ഉണ്ട് എല്ലാവർക്കും ഉള്ളുണ്ട്. അപ്പൊ എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണ് അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ അവനക്ക് എന്തെങ്കിലും വാങ്ങണം. ഓ അത് നിനക്ക് വാങ്ങിക്കണ്ടോ? പക്ഷെ മെഹ്റ നമ്മൾ വല്ലാണ്ട് ടൈം പോയിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് പെട്ടെന്ന് ഷോപ്പ് ചെയ്യോ? ചേച്ചി ഇതൊന്ന് ഞാൻ പോയിട്ട് ഞാൻ ഓടി പോയിട്ട് വരാം. ബില്ലോ മെഹർ എന്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കെ താങ്ക് യു. ഐറ്റംസ് എല്ലാം റെഡി ആണല്ലോ അല്ലേ? ആ ഓക്കെ താങ്ക് യു. ചേച്ചി ഞാൻ ആ ഫോണൊന്ന് എടുത്തോട്ടെ. ആ ചേച്ചി ഊരിക്കോ. സ്വിച്ച് ഓഫോ? ഇതിനകത്ത് റേഞ്ച് കുറവുണ്ടോ ചേച്ചി? റേഞ്ച് ഇച്ചിരി കുറവാണ്. ആണോ? ബെസ്റ്റ്. സ്വിച്ച് ഓഫ്. വാട്സാപ്പ് കോൾ ഒന്നും ഇതിനകത്ത് കിട്ടില്ലേ? ഈശ്വര സ്വിച്ച് ഓഫ് ആണല്ലോ വീണ്ടും. അപ്പൊ എന്ത് ചെയ്യും? ഹലോ അപ്പൂസേ ഞാനാ. അതെ ഇവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഇവിടെ നിൽക്കുക. അപ്പൂസേ ഞാൻ വിളിച്ചെന്താണെന്നറിയോ? ഞാൻ മെഹർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. അത് ഞാൻ മെഹറിനെ ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് പറയണം. എന്തോ ഷൂട്ട്? എപ്പോ? എന്താ അപ്പൂസ പറയണേ? ഇവിടെ കുറെ സാധനങ്ങൾ ഞാൻ ഷോപ്പ് ചെയ്തിട്ട് നിൽക്കുക മഹാറാണിയില്.
ആ എനിക്ക് മെഹർ എനിക്ക് വാങ്ങിത്തരാം, മെഹർ എനിക്ക് ഇത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുറെ സാരി വാങ്ങിപ്പിച്ചു. അവളൊരു ലെഹങ്ക എടുത്തു, പിന്നെ എക്സ്പെൻസീവ്. എനിക്കെടുത്ത സാരി തന്നെ എത്ര വില കൂടിയ സാരീസ് ഒക്കെയാന്ന് പറയാം. അങ്ങനെ തന്നെ 5-6 സാരീസ് എനിക്ക് എടുത്തു. അവൾക്കൊരു 22,000-നാണ് അവൾക്ക് എടുത്തിരിക്കുന്ന ലെഹങ്ക. എന്നിട്ട് അവളുടെ ബ്രദർ വന്നു. അപ്പം ബ്രദറിന് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രദറിനും എൻ്റെ കയ്യിൽ ബില്ലുണ്ട്. പക്ഷെ ഇപ്പൊ അവളെ വിളിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല. എന്ത് ഷൂട്ട് ഇങ്ങനെ അപ്പൊ മെഹർ എന്നെ പറ്റിച്ചാ തന്നെ. ഞാൻ വിളിക്കാം അപ്പൂസേ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ. അപ്പം മെഹർ എന്നെ വീണ്ടും പറ്റിച്ചു. എന്നെ എത്ര രൂപയുടെ സാധനമാണ് വാങ്ങിപ്പിച്ചിരിക്കണത്. ബ്ലഡി ഹെൽ മാൻ. അവളെ കാണട്ടെ ഇനി. മിസ് രമ്യനിക്ക് ഒന്ന് പോയേ, നീ എവിടെയായിരുന്നു? ഞാനാണെങ്കിൽ ബില്ലടിക്കാൻ വേണ്ടി പോയതല്ലേ. എന്താ ഞാൻ വിളിച്ചു, എത്ര തവണ വിളിച്ചു. സോറി, ഇത് പേ ചെയ്തില്ലേ? താങ്ക് യു ട്ടോ. അല്ല ഞാൻ എത്ര തവണ വിളിച്ചു, നിന്റെ ഫോൺ ഫുൾ ടൈം സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ച് കിട്ടാൻ ഞാൻ പോയിക്കായിരുന്നു കുട്ടി. ഞാൻ അപ്പൂസിനെ വിളിച്ചു. എന്നിട്ട് അപ്പൂസ് പറഞ്ഞു നീ ഷൂട്ടിന് വേണ്ടിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അല്ല അപ്പൊ അതില്ല, ഞാൻ ശരിക്കും ഞെട്ടി. നീ എന്നെ ഇത്ര ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് നീ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യോ? അങ്ങനെ ചെയ്യോ? അല്ല ഞാൻ വേറൊന്നും പറഞ്ഞില്ല മെഹർ. പക്ഷേ അതല്ല, നമ്മൾ അത്ര വിശ്വാസത്തിൽ നിന്നെ അങ്ങനെ കണ്ടിട്ടേ ലാസ്റ്റ് ഞാൻ വിളിക്കുമ്പോ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നീ പ്ലാൻ ചെയ്തോ? ചേച്ചിനെ ഇതാക്കിയിട്ട് പോകും ചേച്ചി വിചാരിച്ചില്ലേ? അപ്പൂസും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സോറി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് സ്റ്റേജിന്റെ സൈഡിൽ വന്ന് നിന്നാ മതി. ഓക്കെ ബൈ. താങ്ക് യു. ബൈ ബൈ. ഇത് വേണ്ടേ? തരൂ. ഓക്കെ ബൈ. താങ്ക് യു. ബൈ. താങ്ക് യു. കുട്ടികളുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വന്നാൽ ഗസ്റ്റിന്റെ ആളായിരുന്നു. കുട്ടികളാരെങ്കിലും ഉണ്ടോ ക്രൗഡിലിടയില്? ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ ഒരു സുഖമായിരിക്കില്ല. ഇവിടെ പാട്ട് പാടാൻ പോവാണ്. അതിനായിട്ട് എവിടെ പോയി പാട്ട് പാടിന്റെ ആൾക്കാരോട് ചെയ്യണം. പറയോ ഏത് പാട്ട് പാടുമ്പോ പാടണം? നമുക്കറിയാം ചേച്ചിയാണെങ്കിൽ കാസർഗോഡ് ഭാഷ അടിപൊളിയായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് കാസർഗോഡ് ഭാഷയിൽ ഒരു ആശംസ പറയണം. മഹാറാണിന്റെ ബ്രൈഡ്സ് ഓഫ് മഹാറാണി എന്ന് ചെല്ലുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണുന്നതിന് അപ്പുറം സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ചേലുള്ള സാരി ഗൗണ് എല്ലാം ഉണ്ടെന്ന് ചെല്ലിന്. അപ്പൊ ഞാൻ പോയിട്ട് കണ്ടിട്ട് വരുന്നാവേ. താങ്ക് യു. ഇനി നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ബ്രൈഡ്സ് ഓഫ് മഹാറാണി വെഡിങ് കളക്ഷൻ ആൻഡ് എക്സിബിഷന്റെ ഇനോഗ്രേഷൻ ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ഇവിടെയാണ് നടക്കുന്നത്, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അതിനുശേഷം വെഡിങ് ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ ഫസ്റ്റ് ഫ്ലോറിലാണ് നടക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് പോവാം.